എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടൊക്കെ? തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തകർ പ്രഖ്യാപനം കേരളത്തിൽ ജനുവരി 26 നമുക്കൊരു ആശ്വാസമുണ്ട്, വല്ലാതെ കൊണ്ട് പോയിട്ടില്ല. അപ്പോൾ ഏപ്രിൽ 26 അപ്പോൾ അതിൻ്റെ പ്രചാരണ പ്രവർത്തനം 1000 സ്ഥാനാർത്ഥികളൊക്കെ നന്നാക്കി കൊടുക്കുകയായി. കേരളത്തിൽ 2 മുന്നേറിയാണ് മത്സരിക്കുന്നത്, LDF, UDF. ബാക്കിയുള്ളവർ കേരളത്തിൽ സംബന്ധിച്ചത് അപ്രസക്തരാണ്. ദേശീയ തലത്തിലേക്കാണ് വ്യത്യാസം. ഇന്ത്യയിൽ ഫാസിസം പ്രയുക്തമായിരുന്ന സന്ദർഭമാണ്. ഭരണകൂടത്തിന് തന്നെ അകൽച്ചയുടെ ഉദ്ദേശത്തിൻ്റെ ഒരു മനോഭാവം ഭരണകൂടത്തിൻ്റെ ജനങ്ങളിലേക്ക് അതിൽ നിന്ന് ലാഭം ചെയ്യാൻ മതവിശ്വാസത്തെ അവർ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു, രാമക്ഷേത്രത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. അതൊന്നും നടക്കാതെ പോയപ്പോഴാണ് ഇപ്പോൾ പൗരത്വത്തിൻ്റെ കൊണ്ടുവന്നുകൊണ്ട് അവർ ശ്രമിക്കുന്നത്. ഇവിടെ ഒരു ഭരണമാറ്റം അത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം, അതിനുവേണ്ടി രാജ്യത്ത് അതിൻ്റേതായൊരു രാഷ്ട്രീയമായിട്ടുള്ള മനോഭാവം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിലാശ്വാസത്തിലാണ് BJP അങ്ങനെ തള്ളിക്കളയാൻ പറ്റിയൊരു 4-5 സംസ്ഥാനങ്ങളിൽ ശക്തമായ മത്സരം, ത്രികോണ മത്സരം കാഴ്ചവെക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് LDF, UDF തന്നെയാണ് നേരിട്ടുള്ള BJP കാഴ്ചക്കാരായിട്ട്. ഈ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം വടകര പോലുള്ള മണ്ഡലങ്ങളിൽ BJP ഒരു ധാരണയുണ്ടെന്നാണ്. ലീഗും അങ്ങനെ കരുതുന്നത്. ഈ ധാരണ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെന്ന് കരുതുന്നുണ്ടോ? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസുമായിട്ട് ധാരണയുടെ അടിസ്ഥാനത്തിൽ UDFൻ്റെ ഭാഗമാണ്. LDF അവരുടെ ഘടകകക്ഷികളും അവരുടെ അടിസ്ഥാനത്തിലാണ്, വേറെ ഒരു ധാരണയും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മുസ്ലിം ലീഗ് ഈ നിയമപരത്തിനപ്പുറത്ത് ഈ ഇത്തരം പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു? മുസ്ലിം ലീഗ് തുടങ്ങിയ കാലത്ത്, അതായത് 2019 ആദ്യമായിട്ട് അന്ന് തന്നെ പാർലമെൻറ്റിൽ അതിനെ ശക്തമായിട്ട് പിന്നെ മുസ്ലിം ലീഗ് ചെയ്തത് നിയമപരമായിട്ട് അതിനെ ലീഗലായിട്ട് അതിനെ ഓപ്പോസ് ചെയ്യാനാണ് മുന്നോട്ട് വന്നത്. അങ്ങനെ 2019 തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതി ചോദ്യം ചെയ്തു. അവിടെ ഞങ്ങൾ ഫയൽ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തന്നെ ഗവൺമെൻറ്റിൻ്റെ വിശദീകരണം നേടി. ഗവൺമെൻറ് പറഞ്ഞു ഇപ്പോൾ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, തൽക്കാലം അങ്ങനെ പോവുകയാണ്, കുറേ കടമകളുണ്ട് എന്ന് നിലക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് പെട്ടെന്നാണ് ഒരു 2-3 ആഴ്ച മുമ്പ് വീണ്ടും BJP ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് CAA നടപ്പാക്കാൻ പോകും എന്നുള്ള പ്രഖ്യാപനം. മുസ്ലിം ലീഗ് വീണ്ടും ഒരു എട്ടുകൂടി ഫയൽ ചെയ്തു. അത് വിരിഞ്ഞാണ് സുപ്രീം കോടതി വിശദമായിട്ട് സുപ്രീം കോടതി 2019 തന്നെ പറഞ്ഞു, ഇത് സംബന്ധമായിട്ടുള്ള കേസുകൾ, അതായത് ഒരുപാട് സംഘടനകൾ ഇതിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. 237ഓളം സംഘടനകൾ ഹർജികൾ സുപ്രീം കോടതി കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് തന്നെ സുപ്രീം കോടതി നമ്മൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരണ്ടായില്ല. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു പൈലറ്റ് പെറ്റീഷൻ ആയിട്ട് മുസ്ലിം ലീഗിനെയാണ് കോടതി കാണുന്നത്, സുപ്രീം കോടതി കാണുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് വിജ്ഞാനം വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിഴിഞ്ഞാം സുപ്രീം കോടതി വാദം ചെയ്യേണ്ടത്. അവിടെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ സുപ്രീം കോടതി മുസ്ലിം ലീഗിൻ്റെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ഒരു ടീമാണ്. അവർ എന്തിനാണ് ഗവൺമെൻറ് ഇത്ര ഹറിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് കോടതിക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതാണ് കുറച്ച് സമയം ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ കണ്ടുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അവർ തീരുമാനം മാറ്റി CAA തയ്യാറാകുന്നു. അപ്പോൾ അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അപ്പോൾ കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് അതിൻ്റെ വിശദീകരണം ചോദിച്ചു. അഡ്വക്കേറ്റ് ജനറൽ ഉണ്ടായിരുന്നു, സോളിസിറ്റർ ജനറൽ അദ്ദേഹം ആയിരുന്നു ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഹാജരായിരുന്നു.
അദ്ദേഹം അവർ പറഞ്ഞു ഞങ്ങൾക്ക് സമയം വേണം. മുസ്ലിം ലീഗ് ഉന്നയിച്ച ഈ ആക്ഷേപത്തിന് മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് 4 ആഴ്ച സമയം വേണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് കോടതിയിൽ അറിയിച്ചു. സുപ്രീം കോടതി കൊണ്ട് 4 ആഴ്ച തരില്ല, 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ കാര്യങ്ങൾ കോടതിയെ അറിയിക്കണം. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഞങ്ങളുടെ അഭിഭാഷകൻ കപിൽ സിംഗ് ചോദിച്ചു, ഇതിൻ്റെ അടുക്ക് ഈ 3 ആഴ്ചൻ്റെ അടുക്ക് വല്ലതും സംഭവിക്കുമോ? അപ്പോൾ കോടതി പറഞ്ഞു വല്ലതും അങ്ങനെ ഈ CAA അടിസ്ഥാനത്തിൽ വല്ല പൗരത്വ സംബന്ധമായ ഇവിടെ നടത്തുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് കോടതിയിൽ വരാം. കോടതി ഏത് സമയത്തും ഇവിടെ ഉണ്ടാവും അതാണ് കോടതി പറയുന്നത്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എപ്പോൾ ഗവൺമെൻറ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ അപ്പോൾ കോടതിയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ചോദ്യം ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ. ഈ അന്തിമ വീട്ടിലാണോ ഇപ്പോൾ ലീഗുള്ളത്? കാരണം ഈ നിയമങ്ങളോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രാഥമികമായിട്ടുള്ള രൂപം കിട്ടിക്കാണുമല്ലോ. ഇന്ത്യയിൽ ഭരണഘടനാപരമായിട്ട് നടപ്പാക്കാൻ വിഷമമുള്ള ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമാണ്. ആർക്കും പൗരത്വം കൊടുക്കാൻ ആരും എതിരൊന്നല്ല. പക്ഷേ ഈ CAA ഈ അമെൻമെൻറ്റ് വരുന്നത് ചില വിഭാഗങ്ങളിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അത് പാടില്ല. ഒരു ബഹുസ്വര രാജ്യത്ത് ചില വിഭാഗങ്ങളെ മാത്രം ഇതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് ശരിയല്ല. കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആർക്കും കൊടുക്കാൻ മുസ്ലിം ലീഗ് എതിരല്ല. പക്ഷേ അതിന് വിവേചനം കാണിക്കാൻ പാടില്ല എന്നുള്ളത്. വെള്ളിയാഴ്ച ദിവസം തെരഞ്ഞെടുപ്പ് നടത്തുക വാർത്തകൾ അറിയിച്ചിരുന്നല്ലോ. അതെന്തെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനം എടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും വെള്ളിയാഴ്ച ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രശ്നമാണ്. വോട്ടർമാർക്ക് മാത്രമല്ല, വോട്ടർമാർ അഡ്ജസ്റ്റ് ചെയ്തോളും. പക്ഷേ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ബൂത്ത് ഏജൻസ് ഒക്കെ ഉണ്ടാവും, അവർക്ക് പ്രശ്നമുണ്ടാവും. അത് ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കാനാണ്. ഇപ്പോൾ സമയങ്ങളിൽ ഉൾപ്പെടെ എതിരേക്കാണ് പല ദേശീയവാദികളുടെ സർവേ സർവേ മാത്രം നമ്മൾ തന്നതിൽ അന്തിമ ജൂണിൽ വരുമല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.